നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് തണുപ്പ്? ഭയങ്കര തണുപ്പ് വന്നപ്പോ തണുപ്പില്ല. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിപൊളി പരിപാടിയായിരുന്നു. ന്യൂ ഇയർ കഴിഞ്ഞ് ഇന്നലത്തെ ബഹളമൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു സ്റ്റാർട്ടിങ് ഒന്നും പറയാൻ പറ്റിയില്ല. നേരത്തെ രാവിലെ എണീച്ചിട്ട് പറയാം. നമ്മളിവിടെ മൂന്നാർ, ഇതിൻ്റെ പേര് ഹെവൻലി റിസോർട്ട്, മൂന്നാർ ചിന്നക്കനാലിലാണ്. ഞാനൊരു ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂന്നാർ വന്നത് എന്തിനാണ്, നിങ്ങൾ ഫുൾ ട്രിപ്പിലാണല്ലോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. കാരണം നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് മൂന്നാർ. അപ്പോൾ ഒരു 2-3 മാസത്തേക്കിട്ട് നമ്മളിവിടെ വീടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കൂടെ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിരിക്കുക. അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്ക് വ്യൂസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയത്. അടിപൊളിയായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന വീട് ഇതിനപ്പുറത്ത് തന്നെയാണ്, നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് വരും പോകും, അങ്ങനെ ഇവിടെ തന്നെ സ്റ്റേ ആണ്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ റിസോർട്ടിലാണ് വർക്ക് നടക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. വാവ്, പുറകിലത്തെ വ്യൂ പൊളി വ്യൂ ആണ്. എൻ്റെ പുറകിൽ കണ്ടില്ലേ? ഓ, ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പോഴാട്ടാ കണ്ടത്. അടിപൊളി വ്യൂ. ന്യൂ ഇയറിന് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. മൂന്നാർ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും വന്നിട്ടൊന്നും ഇത്രയും ഒട്ടും ഒരു തിരക്ക് പോലും ഇല്ലായിരുന്നു. ഈ 31st നൈറ്റിന് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 3 days ഇവിടെ ഉണ്ടാവും. ഞായറാഴ്ചയെ പോവുള്ളൂ. ഇപ്പം ഇന്ന് ഫ്രൈഡേ. അപ്പം ഇന്ന് നൈറ്റ് സ്റ്റേ വേറൊരിടത്താണ്, പിന്നെ മറ്റന്നാളും വേറൊരിടത്താണ്. അങ്ങനെ 3 ദിവസം 3 റിസോർട്ടിലാണ് സ്റ്റേ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് 10 മണി വരെ സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളായിരുന്നു. നമ്മളതൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്ത്. ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അധികം ഇങ്ങനെ ക്യാമ്പ് ഫയർ നടത്താൻ പറ്റിയില്ല. ഇത്രയും ദിവസം ഇല്ലാത്ത മഴയായിരുന്നു. 31st നൈറ്റ് മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഇവിടെയൊക്കെ. അതുകൊണ്ട് ക്യാമ്പ് ഫയറൊക്കെ ഇടാൻ പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പം കുറച്ച് നേരം ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളിച്ചു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പുറത്തു നിന്ന് അലമ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അങ്ങനെയാണ്, റെസ്ട്രിക്റ്റഡ് ആണ് എല്ലായിടത്തും. നമ്മുടെ കൂടെ 3 ഫാമിലി ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സാണ്, അവരുടെ പിള്ളേർ. അവനാണ് ഇന്നലെ ഇതിൻ്റെ തുടക്കം ഇട്ടത്. എവിടെ പോവാ? ഞങ്ങൾ ആനേനെ കാണാൻ. ആന വന്ന് റോട്ടിൽ ആണോ? ഈ അവസരത്തിൽ നമ്മൾ ആരെയാണ് മിസ് ചെയ്യുന്നത് ശരിക്കും? ശങ്കപ്പൻ. ശങ്കപ്പൻ ആൻഡ് നടപ്പൻ. ഇത് ശങ്കപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് കാണുന്ന പരിപാടിയല്ലേ, അവരങ്ങനെ വിളിക്കുള്ളൂ. സോറി, ഞങ്ങൾ ശങ്കുണ്ണിനെ വളരെയധികം മിസ് ചെയ്ത്. ശങ്കുണ്ണിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, വേറെ ആരുടെയെങ്കിലും ഫ്രണ്ടിൽ വെച്ച് ശരത്തെന്ന് വിളിക്കണം. അതെനിക്കറിയാലോ, ഞാൻ അങ്ങനെ വിളിക്കില്ലല്ലോ. അറിയാവുന്നോണ്ടല്ലേ വിളിക്കാതെ. അങ്ങനെ പുച്ഛിക്കരുത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? ഇന്നലത്തെ ന്യൂ ഇയർ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ബാക്കി നമ്മളെ ഇന്ന് വൈകിട്ട് അവരൊന്നും എണീറ്റില്ല. ഒന്നുമില്ല, അതിനെ റസ്ക് തിന്നണേണ്. വേണം റസ്ക്. അവിടെ ദോശ എന്താണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാന്നറിയാൻ പാടില്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ. നല്ല ഭംഗിയാണ്. ഈ കോട്ടേജിൻ്റെ പുറത്തൊക്കെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ദാവു വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് മൂന്നാർ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. ഇതിലെ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. അവിടെ റെഡ് കളർ ഉണ്ട്. ഓ, അതിന്റെ റെഡ് അല്ലേ?
മീൻകറിയൊക്കെ കൂട്ടി നമുക്കിന്ന് ഫുഡ് കഴിക്കാം. ഓക്കെ. അകത്തൊരാൾ കിടന്ന് ഉറങ്ങുന്നേട്ടാ. കല്ലോ ബായ്, എണീറ്റിട്ട് ഇവിടെയൊക്കെ നടക്കാൻ പോവാ. രാവിലെ നല്ല വെയിലാണ്. യെസ്, അങ്ങനെ കുളിച്ച് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി. ഇതിപ്പോൾ 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. ഇനി നമ്മൾ വേറൊരു റിസോർട്ടിലേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ ഞങ്ങൾ 30% ഞങ്ങൾ തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത കേട്ടോ. സെൽഫ് കുക്കിംഗ് ആണ്. ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്നതാണ്. ഇവിടെ ഇതൊക്കെ ആന സഞ്ചാരമുള്ള റോഡാണ്. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന കാരണം ആ ചേട്ടൻ പറഞ്ഞ ഇവിടെ ആനയില്ല. ആ ചേട്ടൻ പറഞ്ഞ കേട്ടായിരുന്നോ? അപ്പുറത്തെ മലയിലാണ് ആനയുള്ളത്. ഗായ്സ്, എവിടെയാണ്? ഓ, ഇതാരാ ഇത് ഇരിക്കുന്നേ? ഓ, നല്ല കാറ്റാലോ. ഇത് ആരാണ് ഇവിടെ ഇരിക്കണേ? ഇവിടെ തൊപ്പി. അയ്യോ, പറന്നു പോണ്. അടിപൊളി. ഇതേ ഡാമാണത്. ആന ഒറ്റ എണ്ണം പോലും ഇല്ല. ഇവിടെയാണ് ഇനി നമ്മളെ അടുത്ത സ്റ്റേ. കൊള്ളാം, ഒരു കാടിനകത്ത് കയറി പോണ എഫക്റ്റ് ഉണ്ട്. ഇവിടെ കുരങ്ങനൊക്കെ വരും കേട്ടോ. താഴെ 3 ബെഡ്റൂം, പിന്നെ മേളിൽ 3 ബെഡ്റൂം. 3 6 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ബാൽക്കണിയില. നമ്മൾ ചിന്നക്കനാലിൽ നിന്ന് വരുമ്പോൾ തന്നെ സൂര്യനടിക്ക് പോണ വഴി റോഡ് സൈഡിൽ ഇതാണ് ഞങ്ങളുടെ റൂം, ബാൽക്കണിയില. ഇതുപോലെ തന്നെയാണ് താഴെയും 3. ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. ബാക്കിലോട്ട് ഫോറസ്റ്റ്. അതെ, ഈ വഴിയുണ്ട്. ഈ വഴി അങ്ങോട്ട് 1-2 വീടുകളുണ്ടാവും. രാത്രിയാകുമ്പോൾ മാൻ, പിന്നെ പന്നി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. ഇവിടെ കുരങ്ങന്മാരും വരുന്നു. ഇവിടെ നമ്മളവിടെ വീടെടുക്കുന്നതിന് മുമ്പ് ഇവരിവിടെയാണ്, ഇവിടെയാണ് ആദ്യമേ കുറച്ച് ദിവസം വന്ന് താമസിച്ചുകൊണ്ട്. അങ്ങനെയാണ് ഇവിടെ പരിചയം. ഹായ്, അവിടെ പന്നി വരും.
പഠിച്ചിട്ട് പറയാതെ വരും രാത്രി ഒരു 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നിട്ട് മാൻ വന്നിട്ട് വീണ്ടും പറഞ്ഞു വീണ്ടും പോകും. പിന്നെ ആരാ വന്നെ? കൊരങ്ങൻ. കൊരങ്ങൻ വരും. ഈ ഒച്ച എടുക്കണ ആരാ? ആരാന്നറിയില്ല, അത് കളികളാണ്. പിന്നെ ആന എതി കൂടെ വന്നിട്ട് ഇതില് ആനയുടെ കണ്ണിലെങ്കിലും മതില് പൊളിച്ച അടയാളമെങ്കിലും കാണിക്കണ്ടേ? എന്നിട്ട് ഇതുവഴി ഇങ്ങനെ പോയി. സ്മാരകത്തിന് മുമ്പിലേക്ക് ആന വന്നിട്ട് പോയ സ്ഥലം കല്ലു ഇവിടെ അട്ടയുണ്ടാവോ? ഇത് മേളിലേക്ക് കാടാ. കാടാണ് ഇതിൻ്റെ മേളിലേക്ക്. സൈഡ് കംപ്ലീറ്റ് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിനകത്തേക്ക് തന്നെ ഇത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇപ്പം ഇല്ല, ദേ ആന വന്ന് പൊളിച്ചിട്ടേക്കണാണ് ഈ ഗേറ്റൊക്കെ. ഇതിലെ അങ്ങോട്ട് കംപ്ലീറ്റ് പോവാം. ഓ, രാത്രി പൊളിക്കാൻ പോവല്ലോ. മഴ പെയ്താൽ തീർന്നു. ഇത് രാത്രിയിലത്തേക്കിനുള്ള ക്യാമ്പ് ഫയറിന് സെറ്റ് ചെയ്യാനാണ്. ഓ, നമ്മുടെ ക്യാമ്പ് ഫയർ സെക്കൻഡ് ഡേ. നമ്മള് ആദ്യത്തെ മറ്റേ ഹോളിഡേ ഹെവൻ എന്ന് പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. സിൽവർ ക്ലൗഡ് സെക്കൻഡ് ഡേ ഇവിടെയാണ്. ഞങ്ങളവിടെ ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ക്യാമ്പ് ഫയർ കാണാൻ ഇനി പോകാം. ഫുഡൊക്കെ നമ്മൾ തന്നെ സെൽഫ് കുക്കിംഗ് ആണ്. അപ്പോൾ ചിക്കനുള്ള സാധനങ്ങളും എല്ലാം റെഡിയാക്കണം. ചപ്പാത്തി, പത്തിരി സംഭവങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കുറച്ച് ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. അപ്പോൾ നാളെ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയറിലേക്ക് പോവാം. ഇന്ന് പകലൊക്കെ നല്ല വെയിലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂന്നാർ വന്നിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇത്രയും പകല് നല്ല വെയിൽ. അത്യാവശ്യം 4-5 മണി വരെ വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല തണുപ്പാണ്. ഞാൻ ദേ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് റെഡിയാവുക. ഞങ്ങള് 10 പേര് ഒരുമിച്ചാണ് ചിക്കൻ സ്പെഷ്യൽ ഷെഫ് മിസ്റ്റർ ശ്യാം കല്ലൂരിക്കൽ ബിരിയാണി റൈസ് ആക്കിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ചപ്പാത്തി സ്പെഷ്യൽ ചിക്കൻ കറി. എനിക്ക് ബിരിയാണിയും ചപ്പാത്തിയും ഒക്കെ വേണം. ബിരിയാണി റൈസ് അതിനകത്താണ്. എനിക്ക് കാല് വേണ്ട, ഈ കല്ലിട്ട് വന്നത് എൻ്റെ പാകം അറിയാം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. നല്ല വെയിലാണ് രാവിലെ, നല്ല വെയിലാണത്. എൻ്റെ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട് വെയിലത്ത്. അല്ലെങ്കിൽ എപ്പോഴും കോടയായിരിക്കും. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം, പിന്നെ എവിടെയോ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും എണീറ്റ് ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഹായ്. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് സിൽവർ ക്ലൗഡ് ഹോം സ്റ്റേ ഇവിടുന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സൂര്യനെല്ലി അവിടെ ഒരു ഹോം സ്റ്റേ വന്നിട്ടുണ്ട്. അവിടെയാണ് പോകുന്നത്. അപ്പം രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇന്നലെ കുറേ സ്ഥലത്തൊക്കെ പോയി. ഇനി ഇന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നും സൂര്യനെല്ലിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി സൂര്യനെല്ലിയിൽ വെച്ച് കാണാം. ബൈ.
ഇപ്പൊ എവിടെ എത്തിയേക്കണേ? സൂര്യനെല്ലിയില് നമ്മള് ചിന്നക്കനാലിൽ നിന്ന് സൂര്യനെല്ലി വന്ന് ദേ അതാണ് നമ്മുടെ വീട്. ആ പച്ച കളറിന്റെ ഒരു നെല്ലി എന്താ ഷിപ്പ് പോലെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെയുള്ള വ്യൂസ് ആണിത്. വ്യൂസ് ആണ് ദേ താഴെ പോയരുത്. ഇവിടത്തെ തേയിലത്തോട്ടം. എവിടെ മീനാ? നീ ഇപ്പൊ പിടിക്കും. ഇല്ല ബാ. ഇതാണ് ഇതിൻ്റെ അകംവശം. എല്ലാവരും കൂടെ ഒരു പണിയിലാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ സവാള അരിയുന്ന ചേച്ചി, ചിക്കൻ കഴുകുന്ന 2 ചേച്ചിമാർ. ചിക്കനാണോ ബീഫാണോ? ഇത് ചിക്കനാണ്. ആദ്യം ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് തട്ടി വെച്ചതിന് ശേഷം ബീഫ് എടുക്കുള്ളൂ. ഓ ഗ്രില്ലിംഗ് ഉണ്ടല്ലേ? അയ്യോ പറഞ്ഞില്ലല്ലോ ഇത്. ഹാപ്പി 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 ന്യൂ ഇയർ. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി 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 ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. 2-ാം തീയതിയാണ് കേക്ക് മുറിക്കണത്. കാരണം ഞങ്ങൾക്ക് കേക്ക് കിട്ടിയില്ല. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എ ഹാപ്പി ക്രിസ്മസ്. അയ്യോ പാട്ടേന്ന് പാട്ടേന്ന് പാട്ടേന്ന്. ഹാപ്പി ന്യൂ ഇയർ. പാർവതിയും ശ്യാമകളും. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞങ്ങൾ സൈഡിൽ കൂടെ ഉള്ള ഏതോ ഒരു വഴി കൂടി കയറി. ഇതേ വരുന്ന കുറേ പേര്.
അവിടെ എന്താടാ എടാ അവിടെ എന്താടാ കാണാൻ ഇവര് കേറാത്ത നിങ്ങള് കണ്ട് എന്താ അവിടെ ഉള്ളേന്ന് എടാ നിങ്ങളെന്താ കണ്ടേന്ന് ഞങ്ങൾക്കൊന്നും കാണാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് അവിടെ എന്താ അതിന്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാ അവിടെ എന്താ എടാ അവിടെ വരെ എടാ നിങ്ങൾ കേറി സമ്മതിച്ചു നിങ്ങൾ അവിടെ വരെ എത്തിയിട്ട് എന്താ കണ്ടേ അവിടെ വരെ എത്തിയിട്ട് വേറെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ മൂന്നാർ ട്രിപ്പ് ന്യൂ ഇയർ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ആ ആ കാണുന്ന തോട്ടത്തിന്റെ അങ്ങോട്ടൊക്കെ പോയിരുന്നു. അതെ 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 നമ്മൾ ഇന്നലെ അതിലേക്ക് പോയതല്ലേ, അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ കുറെ അട്ടകളുണ്ട്. ബൈ ബൈ. See you again next in Munaf Siva Hotel.